അതിനകത്ത് അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസാധാരണമായ സാഹചര്യം ഈ താഴവൺ തന്ത്രി കുടുംബത്തിനെതിരായിട്ടുള്ള വിമർശനം വന്നതുകൊണ്ടല്ല, മറിച്ച് BJP എന്ന് പറയുന്ന വളരെ സോളിഡായിട്ടുള്ള ഒരു കേഡർ പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് RSS പോലെ വലിയൊരു സംവിധാനമുള്ള ഒരു പാർട്ടിക്കകത്ത് കേരളത്തിൽ ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന കാലത്ത്, രാജ്യം മുഴുവൻ അവർ ഭരിക്കുന്ന കാലത്ത്, ഒരു വളരെ സോളിഡായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്കകത്ത് ഇതുപോലെ രണ്ട് അഭിപ്രായം. അതുമാത്രമല്ല, ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പാർട്ടിയുടെ രണ്ടാമത്തെ ആളെന്നല്ലേ നമ്മൾ മനസ്സിലാവും, വൈസ് പ്രസിഡന്റ് അല്ലേ, രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ടാം ലെയറിലുള്ള ആൾ എങ്കിലുമാണ്. അദ്ദേഹമാണെങ്കിൽ വ്യക്തിപരമായിട്ട് BC ഒക്കെ ആയിരുന്ന ആളാണ്, വളരെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, പിന്നെ നേരത്തെയും പല പൊതു പദവികളൊക്കെ വഹിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയമായിട്ട് എതിരഭിപ്രായമൊക്കെ പലർക്കും പലതരത്തിലുണ്ടാകും. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള അഭിപ്രായം പറയുന്നുള്ള അവകാശം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലക്ക് കിട്ടുന്ന ഒരു സംഗതി മാത്രമല്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അങ്ങനെയുള്ളതാണ്, അദ്ദേഹത്തിന് അത് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ഇതിപ്പോൾ വാക്കുകൾ കേട്ടില്ലേ, BJPയുടെ അഭിപ്രായം ഇതാണ്, BJP ആയിട്ട് അദ്ദേഹം പറയുന്നത്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ BJP ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സന്ദീപ് വായസ്പതി നമ്മുടെ സുഹൃത്താണെങ്കിലും, നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും സഹപ്രവർത്തകർക്കായിരുന്ന ആളാണെങ്കിലും, സന്ദീപ് വായസ്പതി അദ്ദേഹത്തിൻ്റെ താഴെ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ വരൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപിനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എതിർക്കാൻ ആളല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എതിർക്കുകയാണ്. അപ്പോൾ എതിർക്കാൻ ഇവിടെ രണ്ടുപേരിൽ ആരാണ് BJP എന്ന് ചോദിച്ചാൽ അത് KS രാധാകൃഷ്ണനാണ് BJP. പക്ഷേ ഇപ്പുറത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ തിരിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ട് അല്ലേ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനേക്കാൾ മുകളിലായതുകൊണ്ട് അവിടെ രാജീവ് ചന്ദ്രശേഖരാണ് പാർട്ടിയുടെ നിലപാട് പറയേണ്ട ആൾ എന്ന നിലക്കും വരികയാണ്. അപ്പോൾ ഇതാകെപ്പാടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം കോൺഗ്രസ്സുകാർ പല അഭിപ്രായം പലതും പറയുന്ന തരം പാർട്ടിയാണ്. പക്ഷേ അവരതിനെ ജനാധിപത്യ പാർട്ടി എന്ന് വിളിക്കും. പക്ഷേ BJPയും CPMഉം ഏതാണ്ട് ഈ കാര്യത്തിൽ സമാനതകളുള്ളൊരു സംവിധാനമാണ്, ഒരു അഭിപ്രായമേ പാടുള്ളൂ. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഇത് പിന്നെ CPMകാർ വല്ല വിപ്ലവത്തെക്കുറിച്ചോ ജനകീയ ജനാധിപത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തെക്കുറിച്ചൊക്കെയോ പറയുന്ന പോലെയാണ് ശബരിമലയെക്കുറിച്ചിട്ട് KS രാധാകൃഷ്ണൻ പറയുമ്പോൾ. കാരണം ഇത് അവരുടെ കോർ ഐഡിയോളജിയുടെ ഒരു ഭാഗമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവർക്ക് രണ്ടഭിപ്രായമോ എന്നത് BJPക്കാരെ RSSകാരെയും ആകപ്പാടെ പ്രയാസത്തിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പരിഹരിക്കുമായിരിക്കും. പിന്നെ അപ്പോൾ അതുകൊണ്ട് വളരെ അസാധാരണമായ സാഹചര്യം ഉണ്ടായി വന്നിരിക്കുന്നു. പിന്നെ ഹർഷൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ KS രാധാകൃഷ്ണൻ സാർ പറഞ്ഞതിൻ്റെ കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാരെങ്കിലുമൊക്കെ പറയണ്ടേ. ഇപ്പോൾ കുടുംബം വഴിയായിട്ട് അദ്ദേഹം ചോദിക്കുന്ന വളരെ ഇപ്പോഴാണത് കേട്ടത്, അതായത് അദ്ദേഹം ചോദിക്കുന്ന ആന്ധ്രയിൽ നിന്ന് ഇവർ വരുന്നതിന്, ഈ കുടുംബം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ശബരിമല ഉണ്ടല്ലോ, ശബരിമലയിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവിടെ ശാന്തി ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് അനാദികാലം മുമ്പ് തന്നെ ഈ താഴവൺ കുടുംബത്തിനാണ് ഈ താന്ത്രികാധികാരമുള്ളത് എന്നത് ഒരു തെറ്റായ ധാരണയായിരിക്കും അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ തന്ത്രി കുടുംബത്തിന് ഈ കുടുംബത്തിന് തന്നെ ഇങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ചില ആളുകൾക്കുള്ളിലെങ്കിലും വരുമല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒന്ന്, അങ്ങനെ താവഴിയിൽ എങ്ങനെയാണ് താവഴിയാണോ അല്ലെങ്കിൽ അങ്ങനെ വഴിയിലിങ്ങനെ പാരമ്പര്യ വഴിയിലിങ്ങനെ കിട്ടുമ്പോൾ അതിന് കൊടുക്കേണ്ടുന്നൊരു ബഹുമാനം, പിതാവിൻ്റെ വഴി, താവഴി എന്ന് പറഞ്ഞാൽ തായ് വഴി എന്നാണല്ലോ അർത്ഥം, അത് തെറ്റിപ്പോവും. അപ്പോൾ ഈ പറയുന്ന അതിന് കൊടുക്കേണ്ടുന്ന ഇങ്ങനെ കുടുംബ പാരമ്പര്യ പ്രകാരം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഈ പറയുന്ന കുടുംബ പാരമ്പര്യം കൊണ്ട് മാത്രം തങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ദൈവത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ ശാന്തി പദവിയെ, ഈ വിശുദ്ധമായിട്ടുള്ള പദവിയെ അതർഹിക്കുന്ന വിശുദ്ധിയോടെയാണോ ഇവരെല്ലാവരും വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നത്? ഇത് വ്യക്തികളാണ്. ആ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ചോദ്യം സ്വാഭാവികമായിട്ടും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ആകെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ പല കേസുകളിലായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ച ഈ പറയുന്ന ഗുണ്ടാപ്പണിയും മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ കുടുംബത്തിനുണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തെയാണ് ഏറ്റവും പരിശുദ്ധമായിട്ട് കാണുന്ന ശബരിമല സന്നിധാനം എന്നത് അങ്ങേയറ്റം വലിയ ഒരു പരിശുദ്ധ സ്ഥലമായിരിക്കുന്ന അവിടെ ശാന്തി ഈ പറയുന്ന പൂജാരി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ ഒരു കുടുംബ വഴിയായിട്ട് കിട്ടുകയാണെങ്കിൽ അവരതിനോട് മിനിമം മര്യാദയെങ്കിലും പുലർത്തണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടാകും. അപ്പോൾ അതേക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരാൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ അതിനൊപ്പമല്ലേ നിൽക്കുക. ഞാനും വർഷം അങ്ങനെയാണ്, അത് ശരിയാണല്ലോ അദ്ദേഹം പറയുന്നതെന്ന് തോന്നലാണ് ഉണ്ടാവുക. കാരണം ഇത് പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ കടുത്ത വാക്കുകളാണ്. അതായത് അവിടെ ആചാര ലംഘനം നടത്തിയ മനീതി സംഘം പോലും ഇത്ര വലിയ കുഴപ്പക്കാരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കടുത്ത വാക്കുകളിലാണ് അദ്ദേഹം നിഗ്രഹിക്കുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിസ്സാരമായിട്ട് BJPക്ക് അയ്യോ അങ്ങനെയല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകളുടെ വൈകാരികമായിട്ടുള്ള ഒരു നിലപാടിനെ, അഭിപ്രായ പ്രകടനത്തെ ആണ് അദ്ദേഹം ശബ്ദത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് കുറേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും.